നാരായണിയുടെ ആദ്യത്തെ ഓണമാണ്. ഞങ്ങൾ ഒരിടത്ത് ഇരുത്താൻ സമ്മതിക്കാത്ത ഒരു ഓണമാണ് ഇപ്പൊ. നമസ്തേ. 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 ആള് നല്ല മൂഡിലാണ്. ഓടി വന്ന് എല്ലാരും സംസാരിക്കും. എന്താന്ന് വെച്ചാൽ എന്നെ അല്ല സംസാരിക്കുന്നത്, നാരായണിക്ക് സുഖമാണോ, നാരായണി എന്ത് ചെയ്യുന്നു, നാരായണി ഉറങ്ങിയോ, നാരായണി കഴിച്ചോ. വഴക്ക് തീരെയില്ല. അത് ജനിച്ചപ്പോ തൊട്ടേ അവള് ഭയങ്കര കൊയറ്റാണ്. നാരായണി ചട്ടമ്പിയല്ല. അത് ഷെറിലിനെ പ്രസവിക്കുന്നതിന് മുമ്പത്തെ ഒരു ആഗ്രഹമായിരുന്നു ഷെഫ് പിള്ളേരുടെ അടുത്ത് വന്നിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളത്. എത്ര പേരാണ് നാരായണിക്ക് ചോറ് കൊടുക്കാൻ? നമ്മളെ 3 പേരൂടല്ലേ ഒരാളെ കഴിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അച്ചടക്കത്തോടു കൂടി ബഹളമില്ലാതെ ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കുന്നിടത്ത് അച്ചടക്കമാണ് കുട്ടി. എന്തായാലും ഒക്കെ ഈ ഒരു ഓണത്തിനായിരുന്നാലും എനിക്ക് ഇവളുടെ സദ്യ കഴിക്കുന്ന കാണുന്നൊക്കെ നമുക്ക് സംബന്ധിച്ച് മേ ബി അടുത്ത വർഷം ഇതിനെക്കാട്ടി ആയിരിക്കാം. എന്നാലും ഇത് എല്ലാം ആദ്യം പിന്നെ വരത്തില്ലല്ലോ. വികാസ് ഇമോഷണൽ ആയി തുടങ്ങി കേട്ടോ. ഉണ്ണിവയർ നിറഞ്ഞോ? ഞങ്ങൾക്ക് നല്ലൊരു സദ്യ തന്നെ ഞെട്ടിച്ചു. ഇപ്പൊ കൈ നിറയെ സമ്മാനങ്ങൾ കണ്ട് ഞെട്ടിച്ചോണ്ടിരിക്കുക. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും എന്റെയും ജാങ്കോ സ്പേസിന്റെയും ഓണാശംസകൾ. എല്ലാ മലയാളികൾക്കും ഒരുപാട് ഇഷ്ടമുള്ള വികാസേട്ടന്റെ കുടുംബവുമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കാരണം വികാസേട്ടന്റെയും ഷിറിൽ ചേച്ചിയുടെയും മകൾ നാരായണിയുടെ ആദ്യത്തെ ഓണമാണ്, അല്ലേ നാരായണി? അപ്പോൾ നമ്മൾ ആ നാരായണിയുടെ ആ ഒരു ഫസ്റ്റ് ഓണം നമ്മൾ ജാങ്കോ സ്പേസ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇവിടെ. അപ്പോ ചേച്ചി, ചേട്ടാ, നാരായണി, വെൽക്കം. വെൽക്കം. ഇപ്പൊ ഈ ഓണത്തിന്റെ വെൽക്കം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് എപ്പോഴും. ഭയങ്കര ഒരു അല്ലെ, മോളെ നോക്കിയുള്ള ഒരു റഷ് അല്ലേ? അതെ അതെ. ഞങ്ങൾ ഒരിടത്ത് ഇരുത്താൻ സമ്മതിക്കാത്ത ഒരു ഓണമാണ് ഇപ്പൊ, അല്ലേ നാരായണി? നാരായണി ആന്റിക്ക് നാരായണി നമസ്തേ പറയുമെന്ന് ചേച്ചി അറിഞ്ഞു. നോക്കിയേ, നമസ്തേ. നമസ്തേ പറഞ്ഞു. ഭയങ്കര തിരക്കാ കേട്ടോ. പൂവൊക്കെ ആയിട്ട് ബിസി. ഓണം ഈ ഓണത്തിനാണല്ലോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണുന്നത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് കണ്ടതിന്റെ ഒക്കെ അവളൊരു എക്സൈറ്റ്മെന്റ് അല്ലേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നാരായണി നോക്കുമ്പോ ചുറ്റും കുറെ ആളുകള്, കുറെ പൂക്കള്, അല്ലേ നാരായണി കുട്ടാ? നമസ്തേ. നമസ്തേ. ആള് നല്ല മൂഡിലാണ്. ഇപ്പൊ ചേട്ടാ, മലയാളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് വികാസ് ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ അറിയാന്. അപ്പോൾ എനിക്ക് നാരായണി വന്നപ്പോഴത്തേന് അതൊരു ഇരട്ടിയായി കാണുമല്ലേ? കാരണം വിശേഷങ്ങൾ ചോദിക്കാനും പറയാനും മെസ്സേജിൽ കൂടെ ഒക്കെ ആണെങ്കിലും. ആക്ച്വലി ഇപ്പൊ എവിടെ പോയാലും, ഇപ്പൊ ഞാനൊരു വാക്കിന് പോയാലും എവിടെങ്കിലും പോയാലും ആദ്യം പണ്ടൊക്കെ ആൾക്കാർ വികാസ് വെക്കേസ് അവിടെ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയത്തേ ഉള്ളൂ. ഇപ്പൊ ഓടി വന്ന് എല്ലാരും സംസാരിക്കും. എന്താന്ന് വെച്ചാൽ എന്നെ അല്ല സംസാരിക്കുന്നത്, നാരായണിക്ക് സുഖമാണോ, നാരായണി എന്ത് ചെയ്യുന്നു, നാരായണി ഉറങ്ങിയോ, നാരായണി കഴിച്ചോ. അപ്പൊ എന്നിട്ട് ഞാൻ പറയും നാരായണി അല്ല, വികാസിനെ കുറിച്ച് ചോദിക്കും. പക്ഷെ സന്തോഷമാണ് കേട്ടോ. ഈ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്നേഹം പറഞ്ഞ പോലെ ആൾക്കാർ കൂടുതലും ഇപ്പൊ ഈ നാരായണിയെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ആ ഒരു ചേഞ്ചാണ് ലൈഫിനുണ്ടായത്. അതെ അതെ. ഇപ്പൊ നാരായണിക്ക് വഴക്കൊക്കെ ഉണ്ട്. കാരണം ഇപ്പൊ എത്ര മാസമായി ചേട്ടാ? 8 മാസം അല്ലേ? 8 തീരാറായി. വഴക്ക് തീരെയില്ല. അത് ജനിച്ചപ്പോ തൊട്ടേ അവള് ഭയങ്കര കൊയറ്റാണ്. ആള് അങ്ങനെ കരച്ചില് അപൂർവമാണ്. ഞങ്ങൾ വിചാരിച്ചിനി അതിനെ കരയാത്ത എന്താന്ന് വെച്ചാൽ അവൾ കരയത്തില്ല. അവിടെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കരച്ചില്ല, അല്ലാതെ അങ്ങനെ ബഹളക്കാരിയൊന്നുമല്ല. നമുക്ക് അവളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എവിടെ കൊണ്ടുപോകാനായാലും വീട്ടിലാണേലും എല്ലാവരുമായിട്ടും മിംഗ്ലിംഗ് ആണ്, എല്ലാവരുമായിട്ടും പോവുകയൊക്കെ ചെയ്യും. നാരായണി ചട്ടമ്പിയല്ല. അത് സത്യം. കാര്യം എല്ലാരും എന്നെ ഭീഷണിയായിരുന്നേ, ഇനിയിപ്പോ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ബഹളമായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ അത് പ്രതീക്ഷിച്ച് ഇങ്ങനെ പരിചയം മൂടും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പം മോൾ ഉറങ്ങും, നമ്മൾ എണീക്കുമ്പം എണീക്കും. ഇതിനിടയിൽ പാല് കൊടുക്കാൻ വേണ്ടി അവള് തന്നെ ജസ്റ്റ് ഒരു സൗണ്ട് വയ്ക്കും. അപ്പൊ നമ്മൾ പാല് കൊടുക്കും. അവള് നമ്മുടെ അവിടെ ഉറങ്ങിക്കുമ്പോളെന്ന് പറയുമ്പോൾ ഉറങ്ങും, അല്ലേ നാരായണി? അതെ. ഇപ്പൊ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നു അവരുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല അല്ലെ. എനിക്ക് നാരായണിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ആള് കാമായതുകൊണ്ട് എന്താണ് ആവശ്യമുള്ളത് അമ്മയ്ക്കും അച്ഛനൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പൊ ഈ പാലൊക്കെ വേണം അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യം വരുമ്പോഴത്തെ എന്താണ് ഈ സൈനൊക്കെ കാണിക്കുന്നത്?
പാലിന് വേണ്ടിയിട്ട് അവൾ ആ ഒരു കിണുങ്ങിയുള്ള കരച്ചിലാണ് നമുക്കറിയാൻ വിശന്നിട്ടാണ് എന്നുള്ളത്. അപ്പം നമ്മൾ അത് കൊടുക്കുമ്പോൾ അവൾ അങ്ങ് സൈലന്റ് ആവും. പാല് കുടിച്ചു കഴിഞ്ഞാൽ അന്നേരം അങ്ങ് ഉറങ്ങും അല്ലേ, അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ ഇപ്പം ചോറ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ നിർബന്ധമില്ലാതെ കഴിക്കും, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ കുറച്ച് തുപ്പിയൊക്കെ കളയുകയും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത് ഇഷ്ടമില്ലാന്ന് നമ്മളങ്ങ് മനസ്സിലാക്കും. അതിനും ബഹളമൊന്നുമില്ല, അങ്ങ് കഴിച്ചോളൂ ആള്. ഇഷ്ടമുള്ള ഫുഡ് കാണുമ്പോൾ ഭയങ്കര സംതൃപ്തി. നമ്മള് കൊടുത്ത് ഇങ്ങനെ കോരി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മള് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, അങ്ങനെയൊക്കെ ചോദിച്ചു വാങ്ങും. ആക്ച്വലി കോമഡി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളുണ്ട്, അതൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം. അതാണ് ഞാനും ഇന്നലെയും ഇന്നലെ എഗ്ഗ് മുട്ട പൊരിച്ചപ്പം പുഴുങ്ങിയൊക്കെ ഞാൻ കൊടുത്ത് നോക്കിയിട്ട് അതിൻ്റെ യോക്കൊക്കെ കൊടുത്തിട്ട് ഒന്നും കഴിക്കുന്നില്ല. അവൾ വൊമിറ്റ് ചെയ്തവന്മാർ കാണിച്ചു. അപ്പം ഞാൻ നിർത്തി വെച്ചു, പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൊടുത്തു നോക്കാം. അപ്പം ഇന്നലെ പൊരിച്ചപ്പം ഞാൻ അതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്ത് കൊടുത്തപ്പോൾ അവൾ കഴിച്ചു. അപ്പം നേരെ അച്ഛൻ്റെ ഇഷ്ടവും അതാണ്, പൊരിച്ചേ കഴിക്കത്തുള്ളൂ, ആ പുഴുങ്ങിയതൊന്നും കഴിക്കത്തില്ല. അപ്പോഴും പറഞ്ഞ എൻ്റെ ഇഷ്ടമാണിത്. അതുപോലെ തന്നെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, മാങ്ങ, പഴുത്ത മാങ്ങ. ഇവക്കും 6 ചോറ് കൊടുത്ത പഴുത്ത മാങ്ങ ഞാൻ എന്നും ഇങ്ങനെ അരച്ചു കൊടുക്കുമ്പം അതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ എല്ലാ ചോയ്സും ആയിട്ടാണ് നാരായണി വന്നത്. അതെ. അപ്പൊ ശരിക്കും നാരായണി അച്ഛൻകുട്ടിയാണോ അമ്മക്കുട്ടിയാണോ നാരായണി? ടേസ്റ്റിലൊക്കെ അച്ഛന്റെ മോളായിട്ട് തോന്നും, പിന്നെ ലുക്കിലും എല്ലാരും പറയുന്നത് അച്ഛനാണ്. ആണല്ലേ? എല്ലാ ക്രെഡിറ്റും ഗോസ് ടു വികാസ് ചേട്ടൻ അല്ലേ? അല്ല നാരായണിക്കുട്ടി അച്ഛൻ മോളാണെന്നാ പറയുന്നത്, ശരിയാണോ? മേക്കപ്പിൽ മാത്രം അച്ഛമോളല്ല കേട്ടോ, ഒരു മേക്കപ്പ് ഫ്രണ്ട്ലിയും അല്ല. സാധാരണ എനിക്ക് തോന്നുന്നു നമ്മള് വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അമ്മമാര് തന്നെയായിരിക്കും ഇങ്ങനെ കണ്ണെഴുതുന്നതൊക്കെ. പക്ഷെ എനിക്കൊന്നും ഇവിടെ കുറച്ച് ആൾക്കാർ തമ്മിൽ അടിയായിരിക്കും അല്ലേ? നാരായണക്കുട്ടിക്ക് ആര് കണ്ണെഴുതും, ആര് പിരികം എഴുതുന്നൊക്കെ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ടായിരിക്കും എല്ലാരും. പക്ഷെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ തരത്തില്ല. അമ്മ ഞാനൊക്കെ എഴുതി കഴിഞ്ഞാൽ ഫ്ലോപ്പാണ്. അമ്മ തന്നെ സത്യം കേട്ടോ, അമ്മ എഴുതുമ്പം നല്ലതാ. കാര്യം വെച്ചാൽ ഇത് എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ചിഹ്നം ലുക്ക് ഡൗൺ ഒക്കെയാണല്ലോ നമ്മള് ശീലിച്ചിരിക്കുന്നത്. ഇത് ഇവളങ്ങനെ ഇരിക്കല്ല, അമ്മ പിടിച്ചിരുത്തി ഉറങ്ങുമ്പോഴൊക്കെ അമ്മ അടിപൊളിയായിട്ട് തരും. അതുകൊണ്ട് ഇന്നത്തെ ഞാനാ വരച്ചേക്കണ്ടിരിക്കുന്നത്, ഒരെണ്ണം മേളിലോട്ട് ഒരെണ്ണം താഴോട്ട്. ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് വരച്ച, അപ്പോഴേ അമ്മ വന്ന് എത്തി നോക്കുന്നുണ്ട്, ഇപ്പൊ വരച്ചവൻ നശിപ്പിക്കാം. അപ്പൊ അമ്മ ഇന്നലെ തൊട്ടേ ഉറക്കത്തിൽ വരയ്ക്കാം എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ ഇന്ന് അമ്മ ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി അന്ന് നന്നായിട്ട് ഇരിക്കുമെന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മയും നന്നായിട്ട് വരയ്ക്കുക. 2 അമ്മമാരുമാണ് വരയ്ക്കുന്നത്. എനിക്ക് വരയ്ക്കാൻ കിട്ടാറില്ല, ഞാൻ ശ്രമിച്ചാൽ പക്ഷെ ഇതിനേക്കാളും കഷ്ടമായി പോകും. ഞാൻ ചേട്ടന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, അത് ഞാൻ ഒന്ന് കാണിക്കാൻ കേട്ടോ, കാരണം ഇതേ ബേസ് ചെയ്ത് തന്നെ ഉള്ളതാണേ. ഇല്ല, ഇപ്പൊ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആൾക്കാർ ഇപ്പൊ എന്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ്, ചേട്ടാ ബ്രൈഡ്സിന്റെ കുറച്ചിട്ട് മോളുടെ പോസ്റ്റ് ചെയ്യും. ഞാൻ പറയാം അങ്ങനെ പറയാൻ പറ്റും, എന്റെ കഞ്ഞൂടി മുട്ടാണോ മുട്ടേ. അതെന്നറിയോ, ചേട്ടൻ കുഞ്ഞിനെ ഇങ്ങനെ എഴുതിപ്പിക്കുന്ന ഒരു വീഡിയോ, കാരണം ഇതിന്റെ അടിയിലുള്ള ക്യാപ്ഷൻ എന്തായിരുന്നറിയോ, എത്രയോ കുട്ടികളെ ഞാൻ മേക്കപ്പ് ഇടിപ്പിക്കുന്നു, കണ്ണെഴുതിപ്പിക്കുന്നു, പക്ഷെ അപ്പൊ ഒന്നും എന്റെ കൈയോ മനസ്സോ വിറച്ചിട്ടില്ല. പക്ഷെ നാരായണിക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേന് എനിക്ക് കൈ വിറയ്ക്കുന്നു, മനസ്സിലൊരു ബുദ്ധിമുട്ട് അല്ലെ, എന്തൊക്കെയോ ഞാൻ ഫീൽ ചെയ്യുന്നുള്ള ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് ചേട്ടാ? ആക്ച്വലി ഞാൻ സത്യമാണത്, അത് നാരായണിക്ക് ആദ്യം ഫസ്റ്റ് ഞാൻ ചെയ്ത കണ്ണ് വരച്ചത് ആദ്യമായിട്ട്. അപ്പൊ നമ്മള് തന്നെ ഇതെല്ലാം എടുത്തുണ്ടാക്കി മഷിയൊക്കെ ഉണ്ടാക്കിയിട്ടാ. പക്ഷെ എന്നായിരുന്നാലും നമുക്ക് ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര നമ്മള് എന്റെ വിചാരം ഇപ്പൊ ഇല്ല ബ്രൈഡ്സ് ഒക്കെ ഇരിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ എഴുതി തരും, ഇതിന്ന് തരുന്ന. ഇവളൊരു രക്ഷയില്ലല്ലോ, അങ്ങോട്ട് തിരിയാ ഇങ്ങോട്ട് തിരിയാ. അപ്പം വരച്ചപ്പം ഐ ഫീൽ ലൈക്ക് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനൊരിക്കലും എനിക്കൊരു പെൺകുട്ടി കിട്ടും എന്നൊന്നും നമുക്ക് ആരായാലും മതി, ആഗ്രഹം മാത്രമായിരുന്നു പെണ്ണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ അന്ന് വരയ്ക്കുമ്പോ എന്റെ മനസ്സിൽ ഒരുപക്ഷെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടി ആയിരിക്കും ദൈവം നമുക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ തന്നത് എന്ന് എനിക്ക് ആ സമയത്ത് തോന്നി. അതായിരുന്നു ആ മൊമെന്റിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം. ബട്ട് ഐ ഫീൽ ഇറ്റ്സ് എ ഹാപ്പി മൊമെന്റ്. ഇനി വർഷങ്ങളായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ചേച്ചിക്ക് അതുപോലെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? കാരണം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, കുഞ്ഞിന്റെ 28 കെട്ടിനായിരുന്നു നമ്മള് അന്ന് കണ്ടതും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതും. അപ്പൊ അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേന് 28 ദിവസം ആയുള്ളൂ. പിന്നെ ഈ ഒരു 8 മാസം ജേണി എന്ന് പറയുമ്പോഴത്തേക്കിന് അല്ലേ, ഒരു അമ്മയുടെ നിലയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, ചെയ്യുന്നു നാരായണിക്ക് വേണ്ടി അല്ലേ? അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ ചേച്ചി? സന്തോഷമാണ്. കാരണം നമ്മള് ഇപ്പൊ നമുക്കൊന്നിനും സമയം കിട്ടാറില്ല, നേരെ വെളുക്കുന്നു ഇരുട്ടുന്നു. അവളുടെ കൂടെ തന്നെയാണ് ഫുൾ ടൈം, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്ത് നമുക്ക് അങ്ങനെ സമയം പോകുന്നു.
ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും, കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ കുറെ കൂടെ ടേക്ക് കെയർ ചെയ്യുമല്ലോ. അപ്പം ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും നാച്ചുറൽ പ്രോഡക്ട്സ് ഒക്കെ തന്നെയാണോ നാരായണിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇപ്പൊ കൺവെൻഷി ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, കൺവെൻഷൻ നമ്മളായിട്ട് ഉണ്ടാക്കിയതാ. പിന്നെ നമുക്ക് വേറെ നമുക്ക് ഇത് തന്നിരുന്ന അവരുടെ പേര് സമേത എന്ന് പറഞ്ഞൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് കൺമഷി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ല, നമ്മൾ ഉണ്ടാക്കിയതാ. അതും വീഡിയോയിൽ കാണാതെ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ അതിനുശേഷം ഒരുപാട് പേര് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതാണ് മോൾക്ക് യൂസ് ചെയ്യുന്നത്. കൺമഷി മാത്രമേ നമ്മൾ ഇടാറുള്ളൂ, വേറെ ഒന്നും. അവർക്ക് വീട്ടിലുണ്ടാക്കിയ അന്ന് ഞാൻ എന്റെ കൊല്ലത്തെ വീട്ടിലായിരുന്നല്ലോ, അപ്പൊ എന്റെ അമ്മ ഉണ്ടാക്കി തന്നു. അപ്പൊ അത് തന്നെ നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അവര് തന്നെങ്കിലും അതും യൂസ് ചെയ്യുന്നുണ്ട്. അതും നല്ല പ്രൊഡക്റ്റ് ആണ്. അതും നാച്ചുറൽ ആയിട്ട് അവർ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതും ചെയ്യുന്നുണ്ട്, ഇതും ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ മടിയുണ്ടോ കുഞ്ഞിന്? ചില ഫുഡ് കഴിക്കുമ്പോഴത്തേനും ഭയങ്കര ഇഷ്ടമുള്ള ഫുഡ് കാണും. ഇപ്പൊ ചേട്ടന് ഇഷ്ടമുള്ള ഫുഡ് പോലെ തന്നെ കുഞ്ഞിനും ഇഷ്ടമുള്ള ഫുഡ് കാണുമല്ലേ? നമ്മൾ രണ്ടുപേരും ഒരു ഇഷ്ടമാണ്. വെയിറ്റിംഗ് ഫോർ എന്റെ ഇനിയിപ്പം എന്റെ ഫുഡിങ് ട്രിപ്പിനൊക്കെ ഞാൻ വെയിറ്റിംഗ് ആണ് ഇവിടെ. ഇതുവരെ എന്റെ ചോയ്സിലാണ് കിടക്കുന്നത്. പക്ഷെ എല്ലാം കഴിക്കും കേട്ടോ. നമ്മളിപ്പോ കൊടുത്തു കഴിഞ്ഞാല് ഷെറിൽ അതിൽ ഭയങ്കര മിടുക്കിയാണ്. എന്റെ അമ്മ പറയും, അമ്മയുടെ മരുമക്കളിലും ഒക്കെ മക്കളിലും ഒക്കെ ഷെറിൽ അതിലും മിടുക്കിയാണെന്ന് പറയാറുണ്ട്. എല്ലാം നല്ലപോലെ കുട്ടിയുടെ ഫുഡിങ് ഭയങ്കര പ്രോപ്പറാണ്. അപ്പൊ എനിക്കിപ്പോ ഇച്ചിരി പേടിയാണ്, ഇനി ഇവള് തടിച്ചു വരുമോ. ഞാൻ നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ പറയും ഇങ്ങനെ ഇരുന്നാ മതി, കൊച്ചു ഉരുളണ്ട, വണ്ണിക്കണ്ട, ഇങ്ങനെ ഇരിക്കുന്നേ നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കുറച്ച് ഉരുണ്ടിരിക്കണോന്നും പറഞ്ഞോണ്ടാ. ഇല്ലെങ്കിൽ ഈ സമയത്ത് അവരുടെ ആക്ടിവിറ്റി കാരണം പെട്ടെന്ന് അവർ കഴിക്കുന്ന ഇതാവുമല്ലോ. അപ്പൊ നമ്മള് അതനുസരിച്ച് കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ബ്രൈഡ്സിന് വേണ്ടിയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കുമല്ലോ, കാരണം അവരെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ. എനിക്കൊന്നും ഇപ്പൊ അതിലും ബുദ്ധിമുട്ടായി. കുറെ കാര്യങ്ങൾ പഠിച്ചല്ല ഈ 8 മാസം കൊണ്ട്. കാരണം അന്ന് ചോദിച്ചപ്പോഴത്തേനും ഓക്കെ, നമ്മൾക്ക് ഞാൻ അന്നും വികാസായിട്ടോട് ചോദിച്ചിരുന്നു, ചേട്ടാ കുഞ്ഞു വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് ചോദിച്ചു. കുറെ വലിയ മാറ്റം ഉണ്ട് എങ്കിൽ പോലും ഇത്ര ദിവസം അല്ലേ ആയുള്ളൂ. പക്ഷെ ഇപ്പോഴല്ലേ എന്തൊക്കെ മാറ്റങ്ങൾ വന്നത് ഇപ്പൊ ഈ 8 മാസം കൊണ്ട് മനസ്സിലായി കാണുമല്ലോ. സത്യമാണ് മോളെ. ആക്ച്വലി ഞാനിപ്പോ ഒരു 8 മാസം, ഇപ്പൊ 8 മാസമായി. ഇപ്പൊ ഒരു 8 മാസം വരെയുള്ള കുട്ടീനെ വളർത്താൻ എനിക്കറിയാം. അപ്പൊ ഞാൻ ഇനി 1 വയസ്സുള്ള കുട്ടിയെ വളർത്തുന്നെങ്കിൽ ഇവള് വളരുന്ന അനുസരിച്ച് ഞാനും വളരുവാണ്. ഹൗ ടു ടേക്ക് കെയർ ഓഫ് എ ബേബി. അപ്പം ഇപ്പം എന്റെ യാത്ര അങ്ങനെയാണ്. അപ്പൊ ഇനിയിപ്പം ഞങ്ങൾക്ക് ഇപ്പൊ ഇതുവരെ ഇന്ന് രാവിലെ ഞാനാണ് കുളിപ്പിച്ചത്. അപ്പം ഓരോരോ കാര്യങ്ങൾ നമ്മള് ഐ ആം സ്റ്റഡിങ് എവറി ഡേ. ഐ ആം സ്റ്റഡിങ് ആൻഡ് ഐ ബിക്കം എ ലേസി മാൻ. ഇപ്പൊ ഞാനുണ്ടല്ല, ഞാൻ കൂടുതലും നേരം ടൈം കിട്ടിയ ഇപ്പൊ ഞാൻ പണ്ടത്തെ പോലെ ഐ എം നോട്ട് ഗോയിങ് ഔട്ട്. ഒന്നിനുമില്ല. നേരെ വർക്ക് കഴിയാ, വീട്ടിലിരിക്കാം, വീട്ടിലിരുന്ന്. ആൻഡ് ഞാൻ മൊബൈൽ യൂസേജ് നമുക്ക് കൂടുതലായിരുന്നല്ലോ. നോർമലി നമ്മൾ സോഷ്യൽ മീഡിയ നിൽക്കുന്നവർക്ക് മൊബൈൽ യൂസേജ് എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അപ്ഡേറ്റ്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. ഇപ്പൊ അതങ്ങ് കുറച്ചു. കാരണം ഒന്നാമത്തെ കാര്യം, എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മൾ മൊബൈലിൽ നിന്ന് കുട്ടികളെ മാറ്റണം എന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ തന്നെ മുന്നിട്ട് നിൽക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളിലൂടെ ആ മാറ്റം വരണം, ഓഫ് കോഴ്സ്. അപ്പൊ ഞാൻ അതുകൊണ്ട് നമ്മളെ ബെഡ്റൂമിൽ മൊബൈൽ യൂസേജ് ഭയങ്കര കുറവാണ്. അപ്പം മോളിരിക്കുന്നിടത്ത് മൊബൈൽ യൂസേജ് കുറവാണ്. നമ്മളിപ്പം വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ കോൾസിന് മാത്രമേ നമ്മൾ മോളിരിക്കുന്നിടത്ത് കൊടുക്കും. അപ്പൊ എൻ്റെ തന്നെ സോഷ്യൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ നോക്കണത് കുറഞ്ഞു. അപ്പൊ ഐ ബിക്കം എ ലേസി പേഴ്സൺ ഇൻ ദാറ്റ് വേ ആൻഡ് ഐ ബിക്കം എ ലേസി പേഴ്സൺ ഇൻ ഗോയിങ് ഔട്ട് ഫുൾ ടൈം. ഇപ്പൊ വർക്ക് കഴിഞ്ഞാൽ വീട്ടിലോട്ട് എത്തുക, വീടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇവള് വന്നപ്പോ. ഇപ്പം മോക്കാണെങ്കിലും ഈ ഒരു സൊസൈറ്റിയിൽ എനിക്കൊന്ന് കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ഈ ഫുഡ് കൊടുക്കാനൊക്കെ അവർക്ക് മടി കാണിക്കുമ്പോ അവർക്ക് കാർട്ടൂൺ വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളത്. എനിക്കൊന്നും ചേട്ടനൊക്കെ അത് തീരത്തിന് ഇല്ലെന്ന് പറയാല്ലേ? ഞാനത് കംപ്ലീറ്റ്ലി ആയി സ്റ്റോപ്പ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പം നമ്മളിതിപ്പോ പറയും നിങ്ങള് വീട്ടില് കുട്ടികൾ ഫുഡ് കഴിക്കണമെങ്കിൽ കാർട്ടൂൺ ഫോണിൽ കൊടുക്കണം എന്നാലേ കൊടുക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുട്ടികളെ മൊബൈൽ കാണിക്കരുതെന്ന് പറയുമ്പോൾ ഓരോരുത്തർ കമൻറ്റ്, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും, ഇവിടെ എൻ്റെ കുട്ടി കഴിക്കത്തില്ല. ആക്ച്വലി നമ്മളാണ് കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കുട്ടി ജനിച്ചപ്പോൾ മൊബൈൽ കണ്ടാലേ ഫുഡ് കഴിക്കും എന്നുള്ള രീതിയിലല്ലല്ലോ കുട്ടി വന്നത്. അപ്പം എവറി പാരൻസ് ആണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം പാരൻസ് അത് ചെയ്യാതിരുന്നാൽ കുട്ടികൾ അത് ചെയ്യില്ല. അപ്പം കുട്ടിക്ക് ഫുഡ് കഴിക്കാൻ മടിയുണ്ടെങ്കിൽ പുറത്തെ ഡോറ് തുറന്നിട്ടാൽ ചിലപ്പോൾ ഒരു കാക്ക പോകും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു കാറ് പോകും. അതൊക്കെ കാണിച്ചാലും കുട്ടികൾ കഴിക്കും. ഞാനും ഒക്കെ ജനിച്ച സമയത്തിന് ഞങ്ങൾക്കും കാർട്ടൂണൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ജനിച്ചത്. ഞങ്ങളുടെ പാരൻസ് അന്ന് കാർട്ടൂൺ ഇട്ടാലേ ഞങ്ങൾ കഴിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ തൊടിയിൽ പശു ഉണ്ടാവും, പറന്നു പോണ കാക്ക ഉണ്ടാവും. സോ വി പീപ്പിൾ ഹാവ് ടു ഡു. എന്നാലേ നമ്മുടെ കുട്ടികൾ നമ്മളൊക്കെ വളർന്ന പോലെ അച്ഛനെയും അമ്മേനെയും സഹോദരനെയും നിങ്ങളെയും വേൾഡിനെയും സ്നേഹിക്കാൻ പഠിക്കും.
ഇപ്പൊ എന്തൊക്കെ കാണിച്ചിട്ടാണ് ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് ഫുഡ് കഴിപ്പിക്കുന്നത്? കാരണം കാർട്ടൂൺ വെച്ച് കൊടുത്തില്ലെങ്കിൽ കുറെ ട്രിക്സ് ഒക്കെ കാണുമല്ലോ നമ്മുടെ കയ്യില്. പക്ഷെ ഞങ്ങള് കാർട്ടൂൺ കാണിക്കും കേട്ടോ. സ്ക്രീൻ ടൈം നമുക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒരുപാട് സമയം കൊടുക്കുന്നില്ല. കാരണം ഇപ്പൊ ഇത് കാരണം ഒരുപാട് നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ പുറത്തിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇവള് ജനിച്ചപ്പോഴേ നമ്മളെടുത്തൊരു തീരുമാനമായിരുന്നു ഇവളെ എങ്കിലും ഞങ്ങൾക്ക് മൊബൈലും ഇതിനകത്തുനിന്നൊന്ന് മാറ്റി പിടിക്കണമെന്ന്. പക്ഷെ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. വീഡിയോ കോൾ ഇപ്പം എൻ്റെ അമ്മയച്ഛനും എൻ്റെ മോളൊക്കെ പുറത്തായതുകൊണ്ട് അവർ എപ്പോഴും എല്ലാ ദിവസവും വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇവൾക്ക് ഒരു 15 മിനിറ്റ് അവളെ കാണിച്ചു കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും അത് കഴിഞ്ഞ് അതങ്ങ് മാറ്റും. ഇനി ഈ പറഞ്ഞ കണക്ക് ഞങ്ങളും ഇവളുടെ മുമ്പിൽ ഫോൺ റൂമിലൊന്നും എടുക്കുന്നില്ല, പുറത്ത് ഇരുന്ന് ചെയ്തെടുക്കും. കിടക്കാറാകുമ്പോൾ ഫോൺ കൊണ്ടുവന്ന് മാറ്റി വയ്ക്കുക. അങ്ങനെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഫോണില്ല, ഞാനും ഫോണില്ല. ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്ന സമയത്ത് ഇതായിരുന്നു ആശ്രയം, ഇതിലിങ്ങനെ നോക്കി നോക്കി കിടക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാനും മാറി, എനിക്കും സമയമില്ല. ഇപ്പൊ ആരെങ്കിലും വിളിച്ചാൽ എവിടെയെങ്കിലും ആയിരിക്കും ഇത് കിടന്ന് അടിക്കുന്നത്, പോയി തപ്പിയൊക്കെ എടുക്കും. അങ്ങനെയാണ് വീട്ടില്. പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്ത് ചില ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഇങ്ങനെ TV കുറച്ച് സമയം അവർക്കൊരു എന്തെങ്കിലും കാണിച്ചു കൊടുക്കും, ഒരു കാർട്ടൂൺ സോങ്ങോ പാട്ടോ എന്തെങ്കിലുമൊക്കെ. അല്ലാതെ പിന്നെ വൈകിട്ട് എന്നും വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഭക്തിഗാനം ഇടാറുണ്ട് യൂട്യൂബ്. അപ്പൊ അതിന്റെ കുറച്ചൊക്കെ ഈ രാമായണ മാസത്തിലൊക്കെ അത് കുറച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ പുതിയ വീടിന്റെ കാണാൻ ഒരുപാടുണ്ട്. ബാക്ക് സൈഡ് വയലും അവിടെ താറാവ് പോക്കൊക്കെ ഉണ്ട്, പശു. അപ്പൊ അതൊക്കെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളല്ലേ. അപ്പൊ ഞാൻ ആ സൈഡിലൊക്കെ ഇറങ്ങി നിന്ന് കാണിച്ചൊക്കെ കൊടുക്കുകയെടുക്കുകയും ചെയ്യാം. എന്ന് വെച്ചാൽ ഇവള് കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഇന്നത് കണ്ട് കഴിക്കണമെന്നുള്ള നിർബന്ധം അവള് കാണിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കാം നമുക്കും അത് മറ്റുള്ളത് ആശ്രയിക്കേണ്ടി വന്നില്ല. ഇതുവരെ നമ്മൾ അതിൽ നിന്ന് അവളെ അവോയ്ഡ് ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നു. ചേട്ടാ, ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത് നാരായണി അമ്മ അച്ഛന്ന് വിളിച്ചല്ലേ? അത് ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു ചേട്ടാ? ഏതൊരു മാസത്തിലാണ് വിളിച്ചൊക്കെ സംസാരിച്ചത്? 2-3 ദിവസം ആയതേ ഉള്ളൂ. അത് എന്നെ അമ്മ എന്നല്ല വിളിക്കുന്നത്, അച്ഛ. ഈ ഒരു വിളിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. വികാസ് ചേട്ടാ, സത്യമാണ് ഞാൻ കേട്ടത്. അത് ഞാൻ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛനാണല്ലേ വിളിച്ചത്? ഒരു പല്ല് വന്നു കേട്ടോ. ആ ഒരു പല്ല് വന്നിട്ടാണ് ഈ കാണിക്കുന്നത്. നാരായണി അച്ഛന്നാണ് വിളിച്ചത് ആദ്യം. അച്ഛ പല്ല് സൂചി കണക്കുള്ളൂ. പല്ലിങ്ങനെ കുരുകുരുക്കുമായിരിക്കും അല്ലേ? ഒരു പല്ല് വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. അപ്പൊ ആ പല്ല് വെച്ചിട്ട് നമ്മളെ കടിക്കാനുള്ള ശ്രമമുണ്ട്. അതൊക്കെ കുരുകുരുക്കുന്നതിന്റെ അച്ഛന്നാണോ വിളിച്ചത് ആദ്യം നാരായണി മോളെ? ഫോണിൽ എന്നെ കണ്ടപ്പോ ഇന്നലെ കണ്ടപ്പോ അച്ഛ. ആ ചേട്ടൻ ആ സമയത്ത് അടുത്തുണ്ടായിരുന്നോ? ഇല്ല, ആദ്യം വിളിച്ച സമയത്ത് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഫസ്റ്റ് വിളിച്ചു. അന്നേരം അമ്മു എന്നെ അച്ഛാന്ന് വിളിച്ചടി, അമ്മ അവളെ എന്നെ അച്ഛാന്ന് വിളിച്ചു പറഞ്ഞ ഇറങ്ങി ഇങ്ങനെ കൊച്ചുപിള്ളേരെ എന്തൊക്കെയോ അല്ലേ? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നല്ലേ വികാസ് ചേട്ടൻ ആ സമയത്ത്? അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇവരെല്ലാരും എന്നോട് പറയാം അമ്മ എന്നാണ് ആദ്യം വിളിക്കുന്നത്. അപ്പൊ അച്ഛ ഞാൻ എന്നിട്ടും കൂടെ അപ്പൊ രണ്ടാമത് വെച്ചാന്ന് വിളിച്ചു. അപ്പൊ ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. ഞാൻ പറഞ്ഞ അത് അവരുടെ ഓരോ സൗണ്ടുകളാണ്, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചത് ആ അച്ഛായെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തേ. അപ്പം പക്ഷെ അല്ല. പിന്നെ ഇന്നലെ ഇത് വർക്കിന്റെ അടുത്ത് ഞങ്ങൾ അങ്ങോട്ട് എത്താറായോ എന്ന് പറഞ്ഞ് ചുമ്മാ വിളിച്ചപ്പോ ഇവള് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ കാണിച്ചപ്പോ ഇവള് അപ്പൊ പെട്ടെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി, അല്ല അവള് വിളിച്ചു തുടങ്ങിയതിന്റെ ആയിരിക്കാം. ചെറിയൊരു കുശുമുണ്ടല്ലേ വികാസ് ചേട്ടാ? ഞങ്ങളെ കൺഫ്യൂഷനിലാണ്. അല്ല ചേച്ചി, ശരിക്കും ഇവര് തമ്മിൽ ഇവരായിരിക്കും ഒരു ടീം അല്ലേ? ഇവര് തന്നെ ടീം അല്ലെ? നമ്മള് പലപ്പോഴും ഔട്ട് ആയിരിക്കും അല്ലേ? കാരണം അച്ഛനും മകളും പൊതുവേ പറഞ്ഞു കേൾക്കാറുണ്ട് പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടാ ഇഷ്ടം. ഇവർക്കും അങ്ങനെ തന്നെയാണ്, അച്ഛനോടാണ് ഇഷ്ടം. എന്നാലും ഇഷ്ടമില്ല എന്നല്ല, ഉണ്ട്. പക്ഷെ ഉറങ്ങാൻ നേരത്ത് മറ്റുള്ള കാര്യത്തിന് നമ്മൾ വേണം, അല്ലാത്തപ്പോ അച്ഛൻ വേണം അല്ലേ? കണ്ടോ? ആണോടാ നാരായണി? അങ്ങനെയാണോ അമ്മ പറയുന്നത്? കേട്ടോ, അമ്മയുടെ പരാതി കേട്ടോ? അച്ഛനും മോളുമാണ് ഒരു ടീമെന്ന്. അല്ല, അമ്മയുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്മയുടെ ടീമാണ്. നമസ്തേ. ചേട്ടന് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ, കാരണം ഒരു കലാകാരി ആയിരിക്കണം, കുഞ്ഞിനെ ഡാൻസ് പഠിപ്പിക്കണം, പാട്ട് പഠിക്കണം. അപ്പം സംസാരിച്ചൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് അടിച്ചു തുടങ്ങുമല്ലോ ഈ കാര്യങ്ങളിലൊക്കെ വാസന വരുമെന്ന്. പാട്ടൊക്കെ കേൾക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചേട്ടാ? അങ്ങനെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. അല്ല, നമ്മള് പാട്ട് കേൾക്കുമ്പോ അവക്കൊരു ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. അതുണ്ട്. അത് പക്ഷെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. ഞാൻ ഇപ്പൊ ഒരുപാട് കുട്ടികളൊക്കെ എല്ലാവരും ഇപ്പം എന്താ ഇവളുടെ ഫേവറേറ്റ് സോങ് ഉണ്ട്, അച്ചോ 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 അച്ചോ. ആക്ച്വലി അതിന്റെ ആ പാട്ടിന്റെ സ്റ്റൈലിസ്റ്റ് എന്റെ ഫ്രണ്ടാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നത്. അപ്പൊ അവള് വന്നപ്പോ അവളും
ഇതാണ് അച്ഛ അച്ഛ പടമ ഇവള് ആ പുള്ളിക്കാരി വണ്ടേ നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്തു ചെന്നൈയിൽ നിന്ന് വന്നപ്പോ. അന്ന് ഫുള്ള് ടിവിയിലും ആ പാട്ട്, പുള്ളിക്കാരി പാടുന്നതും ആ പാട്ട്. അതിനുശേഷം ഇപ്പൊ ആ ഒരു സോങ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇവള് ഭയങ്കര രീതി അങ്ങ് ഭയങ്കര ഒച്ച വെച്ചിട്ട് ഇവളങ്ങ് കിടന്ന് തുള്ളും. അപ്പൊ ഇവക്ക് ചെറിയ ഇഷ്ടങ്ങൾ കാണുമായിരിക്കും. ആണോടാ? നമുക്ക് ഡാൻസ് കാരി ആക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആകട്ടെ. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാല് ചേട്ടൻ എവിടെ പോയാലും ഇപ്പൊ മുമ്പേ പറഞ്ഞതിന്റെ തൊട്ട് അങ്ങനെ വലിയ ധൃതിയില്ല വീട്ടിലേക്ക് എത്താം അല്ലേ? ഇപ്പൊ എവിടേക്ക് പോകുമ്പോ ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിലും എപ്പോഴും കുഞ്ഞിനെ മിസ് ചെയ്യാറുണ്ടോ? ഓഫ് കോഴ്സ്. എന്ന് വെച്ചാൽ പണ്ട് ഞാൻ വീട്ടിൽ ഒന്ന് പോകും, നമ്മൾ യാത്രക്കൊക്കെ പോകുമ്പോൾ ഞാൻ പതുക്കെ കറങ്ങി തിരിഞ്ഞ് ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സത്യത്തിൽ ഞാനിപ്പോ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഇടാനൊക്കെ ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ഒരു നല്ലൊരു ഷോപ്പിംഗ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നേരെ ഓടിങ്ങി വരുമല്ലേ വീട്ടില്. അപ്പൊ ഇപ്പം ഷോപ്പിംഗ് ഭയങ്കരമായിട്ട്, അതായത് എന്റെ ഔട്ടിങ് കുറഞ്ഞു. ഈവൻ ഐ ഹാവ് എ സലൂൺ. അപ്പൊ സലൂണിൽ പോലും ഞാനിപ്പോ ഫുള്ള് വീഡിയോ ക്യാമറ ഉണ്ടല്ലോ, CCTV കൂടെയാണ് സലൂൺ കൂടുതലും കാണുന്നത്. ഇപ്പം ചേച്ചിക്കാണെങ്കിലും നിങ്ങൾ യാത്രയൊക്കെ പോയിരുന്നില്ലേ കുഞ്ഞിനെ കൊണ്ടൊക്കെ? അതെങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവള് ഞാൻ കണ്ടല്ലേ പർദ്ദ പോലൊക്കെ ഇടിപ്പിച്ച്. ആക്ച്വലി അത് അവിടെ ഒമാനിലൊരു അവിടെ അബയ ഷോപ്സ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ അറബ്സിന് കൊടുക്കാറില്ല. അപ്പൊ അവിടുത്തെ ഒരു മലയാളി സ്ത്രീയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ കുട്ടിയുടെ. അപ്പൊ അതിനു മുമ്പ് നമ്മളൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹീരാമണ്ടി റെഫറൻസ് ഷൂട്ട്. അപ്പൊ അതുകൊണ്ടിട്ട് അവര് ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മള് ചെയ്തതാണ്. നേരത്തേക്ക് എവിടെങ്കിലും പോയാലേ ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നായിരിക്കുമല്ലോ മനസ്സിലല്ലേ? ചേട്ടൻ ഒറ്റയ്ക്ക് പോകുന്ന ട്രിപ്പിലൊക്കെ ഓക്കെ ഇത് കാണുമ്പോഴത്തേനും ഷെറിൽ ഒരെണ്ണം വാങ്ങിക്കാം, ഇത് അവൾക്ക് ചേരും. ഇപ്പൊ നേരെ തിരിച്ചടിക്കല്ലേ, കാണുമ്പോഴേ നാരായണക്ക് എന്തെങ്കിലും വാങ്ങിക്കണം, അങ്ങനെയാണോ? പക്ഷേ അത് തെറ്റാ സ്നേഹ. ഇവക്ക് ഞാൻ വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. എന്തെന്ന് വെച്ചാല് അത്ര ആൾക്കാർ അയച്ചു തരേ ഗിഫ്റ്റോട് ഗിഫ്റ്റ്. ഇവളുടെ കോസ്റ്റ്യൂംസ് എനിക്ക് തോന്നുന്നു ഇവളുടെ കോസ്റ്റ്യൂംസിൽ 90% ഗിഫ്റ്റാണ്. അപ്പൊ നമുക്കത് പറയുന്നതിൽ ഒരുപാട് പേര് നമുക്ക് ഗിഫ്റ്റ് അയച്ചു തന്ന് എല്ലാവർക്കും താങ്ക്സ്. കാര്യം ഇനിയും തരണ്ടെന്നൊന്നും പറയത്തില്ല. കാര്യം ഒത്തിരി പേര് ഞാൻ പോകുമ്പോ ഒരു കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോ ഇപ്പം പണ്ട് എനിക്ക് ബ്രൈഡ്സ് എനിക്ക് മുണ്ട് തരുന്നൊരു ചടങ്ങാണ്. ഇപ്പൊ എല്ലാവരും അത് നേരെ തിരിച്ചിട്ട് ഇവൾക്കുള്ള കോസ്റ്റ്യൂംസ് ആയി എത്രയോ കോസ്റ്റ്യൂം ഇതൊക്കെ നമ്മൾക്ക് കോസ്റ്റ്യൂം കിട്ടിയതാണ്. അപ്പം അത്രയ്ക്കും ആൾക്കാർ നമുക്ക് ഇവൾക്ക് തരുന്നതുകൊണ്ട് ഞാനിപ്പോ ഈ ഓണത്തിന് ഞാൻ ഇവൾക്ക് ഒരൊറ്റ ഡ്രസ്സ് എടുത്തോളൂ. അതിപ്പോ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണമല്ലോ, അത്രയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട്. ഇപ്പൊ അതുകൊണ്ട് ഷെറിലിനാണ് ഇപ്പഴും വാങ്ങിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരാതി ഒന്നും ഇല്ല. ചേച്ചിക്ക് അല്ലാത്തൊരു പരാതി ഉണ്ടോ? കാരണം സാധാരണ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുഞ്ഞൊക്കെ വന്നു കഴിയുമ്പോഴേ എന്നോട് ചേട്ടന് ചെറിയ ഇഷ്ടക്കുറവൊക്കെ ഉണ്ട്, ഇപ്പൊ ഫുൾ ടൈം കുഞ്ഞിനോടാണ്, അങ്ങനെയൊക്കെ വല്ല പരാതി ഉണ്ടോ ചേച്ചി? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങളോട് രണ്ടുപേരോടും ഒരുപോലൊക്കെ തന്നെ. എന്നാലും ചുമ്മാ തമാശക്കൊക്കെ പറയാം ഫുൾ ടൈം. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ഇവര് ഇങ്ങനെ സ്റ്റേജൊക്കെ ഇരിക്കുമ്പോ ഞാനപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ആണല്ലോ നമ്മള് അങ്ങനെയൊക്കെ പറയും. എന്നാലും എനിക്കറിയാം നമ്മളടുത്ത് രണ്ടുപേരുടെ അടുത്ത് ഒരുപോലൊക്കെ തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫില് കുഞ്ഞു വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം എന്താണ്? മാറ്റം കാരണം എനിക്കൊന്ന് വികാസമുണ്ടായി കുറെ കൂടെ അല്ലേ ഇത്രയും തിരക്ക് പിടിച്ചൊരു ജീവിതത്തില്. ഞാൻ എന്റേത് പറഞ്ഞല്ലേ, പുള്ളിക്കാരി പറയട്ടെ. ചേച്ചിക്ക് മാറ്റം അങ്ങനെ എന്തോ പ്രത്യേകിച്ച് മാറ്റം കുറച്ചും കൂടി നമ്മളിൽ ഒരു ബന്ധത്തിന് കുറച്ചും കൂടി ഒരു അതാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ അല്ലെങ്കിൽ എന്നുള്ളൊരു ഇത് നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു ചെറിയൊരു പിണക്കം വന്നാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ കുഞ്ഞിന്റെ മുമ്പിൽ നമ്മൾ അങ്ങനെ ഒരു അതൊന്നും അതില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം സംസാരിച്ചാൽ ക്ലിയർ ചെയ്യും, അത്രയേ ഉള്ളൂ. വികാസേട്ടാ, ചേച്ചിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചേച്ചി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നമ്മള് ഷെഫ് പിള്ള സാറിന് അവിടെ പോയി ഫുഡ് കഴിക്കണം എന്ന് ചേച്ചിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നമ്മളിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആളിങ്ങനെ വന്നത് കൊണ്ട് നടന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയോ? നമ്മള് ഷെഫ് പിള്ള സാറിന്റെ അതേ റെസ്റ്റോറൻറ്റിലാണ്, സെൻട്രൽ സ്ക്വയർ മാളിലുള്ള യുണൈറ്റഡ് കോക്കനട്ടിലാണ് നമ്മളുള്ളത്. അപ്പൊ ചേച്ചിയുടെ ആ ഒരു ആഗ്രഹം ഇന്ന് അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിക്ക് വേണ്ടിയാണ്, ചേച്ചിക്കും നാരായണിക്കും വികാസേട്ടനും വേണ്ടിയാണ് ഇപ്പൊ ഇന്നത്തെ ഒരു ഓണസദ്യ. അപ്പം നമ്മൾ നാരായണയുടെ ഫസ്റ്റ് ഓണമാണ്. അപ്പം നമ്മൾ ആ ഒരു ജാങ്കോ സ്പേസിന്റെ വകയായിട്ട് ആ ഒരു ഓണസദ്യ കൊടുക്കുവാണ്. ശശി ചേട്ടാ, നമുക്കിപ്പോ ആ ഒരു ഇതിലേക്ക് പോകാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? അതെ, കഴിഞ്ഞ വർഷം ഇതെനിക്ക് ഓണസദ്യ എന്നല്ല, ഷെറിലിനെ പ്രസവിക്കുന്നതിന് മുമ്പത്തെ ഒരു ആഗ്രഹമായിരുന്നു ഷെഫ് പിള്ളേരുടെ അടുത്ത് വന്നിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളത്.
അപ്പൊ അതിന് ആ ആഗ്രഹം നടത്താനായിട്ട് നിന്നതിന് മുമ്പ് അവളിങ്ങി വന്നു. അപ്പൊ അതുകൊണ്ട് നടന്നില്ല. അപ്പൊ ഞാനപ്പോ ആലോചിച്ചു ഇവള് വന്നിട്ട് ഇനിയിപ്പൊ മോളുമായിട്ട് ആദ്യത്തെ ഓണസദ്യ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഓണസദ്യ നമ്മൾ കഴിച്ചെങ്കിലും ഇവിടുത്തതും ഓണസദ്യ തന്നെയാണല്ലോ. നാരായണിയുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ അമ്മയും അച്ഛനും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ചേട്ടൻ എവിടെ ട്രിവാൻഡ്രത്ത് എന്തോ വർക്കിനുള്ളപ്പോഴായിരുന്നല്ലോ കുഞ്ഞ് ജനിച്ചത്. അതേപോലെ അച്ഛാന്ന് വിളിച്ചത് അൺഎക്സ്പെക്ടഡ്. എല്ലാ കാര്യങ്ങളും ആളിങ്ങനെ നിങ്ങൾക്ക് ഒരു ഞെട്ടൽ വരുവാണല്ലേ? ഞാൻ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് നാരായണിയുടെ. ഒരുപാട് പേര് അത് എന്തോ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടാണ് എല്ലാവരും എപ്പോഴും പറയാറുള്ളത്. നെഗറ്റീവ് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാർ. എന്തിനാണ് എല്ലാം കാണിക്കുന്നത്? കാര്യം എല്ലാവരും നമ്മളെ സപ്പോർട്ടീവ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പം ഇപ്പം ഞാൻ തന്നെ മോളുടെ ഫസ്റ്റ് ദിവസം തന്നെ മോളുടെ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. കാര്യം നമുക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പേര് നമുക്ക് എന്നെ എവിടെയെങ്കിലും വിളിക്കുന്നുണ്ട്. അപ്പം ഐ ഷുഡ് ബി നീഡ് ടു ഹൈഡ് ചെയ്യേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ നമ്മള്. പിന്നെ എല്ലാവർക്കും അറിയാനും ആഗ്രഹമുണ്ടല്ലോ. കാരണം വിശേഷങ്ങളൊക്കെ അവരൊരു കുടുംബത്തെ പോലെ എല്ലാരും വെയിറ്റ് ചെയ്യുമായിരുന്നു ആ ഒരു സമയം. അപ്പൊ നമ്മൾ അത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാം എന്നൊന്നും നമ്മൾ ചിന്തിച്ചില്ല. അന്ന് തന്നെ മോളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു എല്ലാവർക്കും. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ഫുഡിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ കേൾക്കാം. സത്യം നല്ല വിശപ്പുണ്ട്. മധുരം നമ്മൾ ഷുഗർ കൊടുക്കത്തില്ല. ഷുഗർ ഉള്ള ഒരു സാധനം കൊടുക്കില്ല. ഐസ്ക്രീം കൊടുക്കില്ല, ഒന്നുമില്ല. 2-2.5 വയസ്സ് വരെ നമ്മള് കുഞ്ഞുങ്ങളുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിനും അല്ലെ ആ ഒരു ഐക്യു, അതുകൊണ്ട് എല്ലാം കഴിക്കും. ഷുഗർ കൊടുത്തു കഴിഞ്ഞാൽ ഷുഗർ ഉള്ളത് മാത്രമല്ലേ കഴിക്കും. ഇതിപ്പോ പുളിയാണെങ്കിൽ എന്ത് കൊടുത്താലും അവള് കഴിച്ചോളൂ. എത്ര പേരാണ് നാരായണിക്ക് ചോറ് കൊടുക്കാൻ? എനിക്കൊന്ന് ജാങ്കോ സ്പേസിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഫുഡ് കൊടുക്കുന്നത് ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. നമ്മളെ 3 പേരും അല്ലേ ഒരാളെ കഴിപ്പിക്കുന്നത്. പക്ഷെ അത് ഇഷ്ടപ്പെട്ടു. സദ്യ ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അച്ചടക്കത്തോടു കൂടി ബഹളം ഇല്ലാതെ ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കുന്നിടത്ത് അച്ചടക്കമാണ് കുട്ടി. പ്രത്യേകിച്ച് വികാസം പറഞ്ഞാൽ മധുരം ഒന്നും കൊടുക്കത്തോണ്ട് ഇന്ന ഫുഡ് അങ്ങനൊന്നും ഇല്ല. ഞാൻ മധുരം കൊടുത്തിട്ടില്ല, ഇന്നേ വരെ മധുരം കൊടുത്തിട്ടില്ല. നാച്ചുറൽ ഫ്രൂട്ട്സിന്റെ മധുരം, നാച്ചുറൽ മധുരമാണ് കിട്ടുന്നത് അല്ലേ? അല്ലാതെ മധുരം കൊടുക്കത്തില്ല. വലുതാകുമ്പോൾ വഴക്കുണ്ടാക്കണം കേട്ടോ. ചോക്ലേറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം ചോക്ലേറ്റ്സിന് വേണ്ടിയായിരിക്കും മിക്കവാറും വഴക്കല്ലേ ഇത് കഴിയുമ്പോഴത്തേക്കിന്. കഴിക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടമാണല്ലേ ഇങ്ങനെയൊക്കെ. ഈ സാധാരണ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പം ചോറ് കൊടുത്താൽ ഇങ്ങനെ കഴിക്കാതൊക്കെ ഇരിക്കും. ആള് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇത് പച്ചടി അല്ലേ? പച്ചടി, ബീട്രൂട്ട് പച്ചടി. നമ്മള് കൊടുത്തിട്ടില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഇത് ആദ്യം കൊടുക്കുവാണ്. ഇത് പുറത്തു വന്നു. അതത്ര ഇഷ്ടായില്ല. അതിഷ്ടായോ? ചോറും പരിപ്പും ഇഷ്ടായി. വീട്ടിലിങ്ങനെ നെയ്യൊക്കെ കൂട്ടിയാണ് നെയ്യ്. ആ പല്ലിന്റെ പാട് ഉൾപ്പെടെ വന്നിട്ടുണ്ടല്ലേ? ഒരു കൂക്കിരി പല്ലേ ഉള്ളു കേട്ടോ, ഒറ്റൊരെണ്ണം. അതുകൊണ്ട് ആള് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ നാരായണി? എനിക്ക് തോന്നുന്നു ഇപ്പൊ ആള് ഭയങ്കര കാമായിട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോ കുറച്ച് ചട്ടമ്പി ആവാനാന്നല്ലേ അച്ഛൻ പറയുന്നത് കേട്ടോ? ചട്ടമ്പി കല്യാണം ആവണ്ടാന്ന്. അങ്ങനെയാണോ? അങ്ങനെയാണോ? നിഖില് പറയാ പിന്നെ പാവം കുട്ടിയാണ്, പാവ, അപ്പൊ അങ്ങനെ മതി. ഇതിപ്പം പഴം കഴിക്കുന്നതിന്റെ സന്തോഷം. പഴമൊക്കെ ചില മധുരം കുറച്ചല്ലേ ഉള്ളൂ, മധുരം കഴിക്കാറില്ലല്ലോ. അപ്പൊ പഴം, മധുരം, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം, തുള്ളിച്ചാടും. ആ തുള്ളിച്ചാടല ഇപ്പൊ കാണുന്നു. നോക്കിക്കോണേ, വേണ്ട തുള്ളിച്ചാടുന്നു. എത്തുന്നില്ല. എന്താ ഇതില് വേണ്ടത്? ഉപ്പേരിയാണോ? എന്തായാലും ഒക്കെ അവസാനം മറ്റേ ഒരു ദേഷ്യം വന്നു തുടങ്ങി. എന്തെങ്കിലും എനിക്ക് തരാൻ അല്ലെ നാരായണി? അല്ല നാരായണി, വീട്ടിൽ അങ്ങനെ നിക്നെയിം ഒന്നും വിളിക്കുന്നില്ല ചേട്ടാ? നാരായണൻ തന്നെയാണ് വിളിക്കുന്നത്. താമര വിളിക്കുന്നത് അല്ലേ? താമരന്നാ വിളിക്കുന്നത്. ഞാൻ എപ്പോഴും അച്ഛന്റെ താമരയാണോന്നാ ചോദിക്കുന്നത്. ഇപ്പൊ നാരായണി എന്നുള്ള പേര് എല്ലാവർക്കും ഇതാണെങ്കിലും വീട്ടിൽ താമര. അപ്പൊ വീട്ടുപേര് തന്നെ, വീട്ടിന് ഞാൻ താമരയിൽ തന്നെ പേര് വിട്ടു.
ഇത് അങ്ങനെയുള്ളൊരു ആഗ്രഹം കൊണ്ടായിരുന്നു മോൾക്കും വീടിനും ഒക്കെ ആ ഒരു പേരുള്ള ഇഷ്ടം വന്നു ചേർന്നതാ. ഒന്നും ഇപ്പൊ നാരായണി എന്നുള്ള പേര് ആക്ച്വലി ജാങ്കോ സ്പേസ് കാരണം ഇട്ടതാ. അപ്പൊ ഒട്ടും ഞാൻ വയറ്റിലായിരുന്ന സമയത്തിന് എന്തെങ്കിലും ഒരു വേറെ കുറച്ച് പേര് മൈൻഡിലുണ്ടായിരുന്നു. അപ്പം അന്ന് ജാങ്കോ സ്പേസിന്റെ ഇന്റർവ്യൂവിന് എന്തായിരിക്കും പേര്, ഞാൻ പറഞ്ഞു എന്തെങ്കിലും വല്ല നാരായണനോ നാരായണിയോ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് പ്രസവിക്കാനായിട്ട് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡോക്ടർ കുട്ടി പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് ഷെർലി ചോദിച്ചപ്പോ അപ്പൊ പറഞ്ഞ് ഡോക്ടർ പറയുന്നു നാരായണി ഈസ് ദേ. അപ്പോഴ് ഡോക്ടർ ആക്ച്വലി പ്രസവിക്കുമ്പോൾ ഒരു കുട്ടീനെ പേര് വിളിച്ച് ആദ്യമായിട്ട് ഇവളെയാ നാരായണി എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ എന്റെ മനസ്സിൽ അപ്പോഴും ഇല്ല. അപ്പൊ ഞാൻ ജനിച്ചപ്പോ ഫോട്ടോ ഇട്ട് ഇറ്റ്സ് എ ബേബി ഗേൾ എന്നും പറഞ്ഞു. ഫുൾ കമന്റ്സ് നാരായണി നാരായണി. അപ്പൊ ഞാൻ നോക്ക്, ഞാൻ ഇടുന്നതിന് മുമ്പ് നാട്ടുകാർ ഇട്ട് നാരായണി വല്ല അറിയുന്നുണ്ടോ? താമരക്കുട്ടി വല്ല അറിയുന്നുണ്ടോ? അയ്യോ പിന്നെ നമുക്ക് ആ ഒരു പേരിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഇഷ്ടമായ പേര്. അപ്പം അതൊരു യൂണീക്ക് അല്ലേ, ആൾക്കൊരു സ്പെഷ്യാലിറ്റി വരുന്നുണ്ട് ആ പേരില്. അതുപോലെ താമര എനിക്ക് ഇഷ്ടപ്പെട്ടു. താമരയിലേക്കുള്ള പേര് എങ്ങനെ വന്നു? ഞാൻ ഇപ്പൊ വീട്ടിലെ പേരാണെങ്കിലും താമര കാണുമ്പോൾ മോളുടെ പേര് തന്നെ വീടിന് വിട്ടു. വീട്ടിൽ അങ്ങനെ ഇട്ടതാണല്ലേ? വീടും താമര, താമരയിൽ ഒരു വേറൊരു താമര. ഫുൾ അതുകൊണ്ട് എല്ലായിടും താമര വെച്ചിട്ടുണ്ട്. അപ്പൊ താമര എന്നുള്ള പേര് ഇപ്പൊ നമ്മള് വീട്ടിൽ വിളിച്ചാലും കുറച്ചു കാലം കഴിയുമ്പോൾ പബ്ലിക് ആവില്ലല്ലോ. നമ്മളിപ്പോ കുട്ടികൾ വലുതാകുമ്പോ നാരായണ എന്നുള്ള പേരല്ലേ ഉണ്ടാവും. അപ്പൊ ഞാൻ വെച്ചാൽ അപ്പൊ പിന്നെ ആ പേര് മറന്നാലും വീട്ടിന് കിടക്കട്ടെ താമര. ഇപ്പൊ എനിക്കൊന്ന് ഒരുപാട് പേർക്ക് ഇപ്പൊ ഇവിടെ ഞാൻ നാരായണ കമന്റ് ഇട്ടാലും താര കുറെ പേര് താമരയുടെ സ്മൈലിയൊക്കെ ഇടും. എനിക്ക് ഇഷ്ടമാണ് താമര. നമ്മള് ഗുരുവായൂര് പോയത് ചോറൂണ് അവിടെ ആയിരുന്നല്ലോ. അതും ഞാൻ ആ ക്യാപ്ഷൻ വായിച്ചപ്പോ കണ്ടു ഭയങ്കര അതൊരു വലിയൊരു ഡ്രീം ആയിരുന്നു അല്ലേ? ഞാൻ എപ്പോഴും ഗുരുവായൂർ ഒരുപാട് ബ്രൈഡ്സിനെ ഒരുക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരുക്കുന്ന സമയത്തൊക്കെ ഈ ചോറ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണും. അപ്പോ ഓരോരുത്തർ അപ്പൊ നമുക്കൊരു ആഗ്രഹമാണ് എന്തായാലും നമുക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. വി വാസ് ടു ലേറ്റ് മാരേജ് ആൻഡ് കുട്ടി കിട്ടാനും നമുക്ക് ലേറ്റ് ആയി. അപ്പൊ നമ്മള് എന്നെ സംബന്ധിച്ച് അൺഎക്സ്പെക്ടഡ് ആണ് എനിക്ക് കിട്ടിയ ഈ ജീവിതം തന്നെ. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ പിന്നെ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഗുരുവായൂർ ചോറ് കൊടുക്കാൻ പറ്റണേന്ന്. അപ്പൊ അത് പറ്റിയപ്പം ഐ വാസ് ടു ഇമോഷണൽ. കാര്യം അങ്ങനെ പറ്റിയതിൻ്റെത് ആ ഒരു ക്യാപ്ഷൻ അങ്ങനെ വന്നത്. എന്റെ എല്ലാ ക്യാപ്ഷൻസും എനിക്ക് ഫീൽ ചെയ്തിരുന്നതാണ്. അല്ല അത് നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതേപോലെ എക്സ്പ്രസ് ചെയ്യുമ്പോഴേ ആൾക്കാർക്ക് അത് ഭയങ്കര ജെന്യൂൻ തോന്നുമല്ലോ അല്ലെ? ഇപ്പൊ ഈ ഒരു ഓണത്തിനായിരുന്നാലും എനിക്ക് ഇവളുടെ സദ്യ കഴിക്കുന്നത് കാണുന്നതൊക്കെ നമുക്ക് സംബന്ധിച്ച് മേ ബി അടുത്ത വർഷം ഇതിനെക്കാട്ടി ആയിരിക്കാം. എന്നാലും ഇത് എല്ലാം ആദ്യം പിന്നെ വരത്തില്ലല്ലോ. വികാസ് ഇമോഷണൽ ആയി തുടങ്ങി കേട്ടോ. ഈ വർഷം എന്റെ ബുക്കിംഗ് ഞാൻ പറയല്ലോ, എനിക്ക് ഓണത്തിനന്ന് ഞാൻ വെഡിങ് ബുക്ക്ഡ് ആണ്. പക്ഷെ അതും എറണാകുളത്തായതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോയി കഴിക്കാം. എനിക്ക് വീടും പുതിയതാണ്, മോളും പുതിയതാണ്, എല്ലാം ബാക്കിയുമായിട്ട് തന്നെ മതിയായി. ചേട്ടാ നമ്മള് നമ്മുടെ താമരയുടെ സദ്യ കഴിഞ്ഞു. ഇത് നമ്മളുടെ സദ്യയാണ്. താമരക്കുട്ടി വയർ നിറഞ്ഞോ? ഉണ്ണി വയർ നിറഞ്ഞായിരുന്നോ? നിറഞ്ഞു. സദ്യ കഴിച്ചതിന്റെ ആ ഒരു എനർജിയാണ് ഇപ്പൊ കാണിക്കുന്നല്ലേ? ഭയങ്കര ആക്റ്റീവായി ആളങ്ങ്. ഇനി പവർ ഓൺ ആണ്. ഇനി ഇതിന് ഡൈജസ്റ്റ് ചെയ്തിട്ട് നമ്മളടുത്ത് വരും. അങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്കിള് ചാറ് കിട്ടുന്നു. അപ്പൊ ചേച്ചിയുടെ ആഗ്രഹം പോലും നമ്മളെ ഷെഫ് പിള്ള സാറിനെ ആ റെസ്റ്റോറന്റ് വന്നത് ആ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അത് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നാണ് ചേച്ചി ആഗ്രഹം. അപ്പൊ നമ്മളൊരു ഓണ സദ്യ തന്നെയായി ഈ പ്രാവശ്യം. ഹലോ, നീ എന്റെ ചോറിൽ നോക്കുന്നത് എന്തിനാണ്? കഴിച്ചതല്ലേ? ആണോടാ കണ്ണാ ഉറക്കം വരുന്നുണ്ടോടാ? ഇനി ഉറങ്ങാനൊക്കെ തിരുമുന്നല്ലേ? ഇനി ഉറങ്ങാനുള്ള വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറക്കമാകാം അല്ലേ? ഇത് പെട്ടെന്ന് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഇത്രേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും എല്ലാം നമുക്ക് വേണ്ട എല്ലാ ഡിഷസും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ഓണത്തിന് വേണ്ടുന്നത് ഭയങ്കര സന്തോഷം. കാരണം എല്ലാ വർഷവും ഞാനിങ്ങനെ ഓണസദ്യയൊക്കെ പ്രോഗ്രാമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊപ്പം ഒക്കെയാണ് കഴിക്കുന്നത്. എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും ഞാൻ വികാസേട്ടനും ചേച്ചിക്കൊപ്പം ഇങ്ങനൊരു സദ്യ കഴിക്കാൻ പറ്റുന്ന ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷം ഈ ഓണത്തിന്റെ ഒരു സദ്യ ഇവിടുന്ന് കഴിക്കാൻ. അതും സ്നേഹയുടെ കൂടെ. സ്നേഹ എനിക്ക് ഭയങ്കര ക്ലോസും കൂടെയാണ്. പേഴ്സണലി ലൈക്ക് നമ്മൾ 28-ന് വെച്ച് പരിചയപ്പെട്ടിട്ടാണെങ്കിൽ ജാങ്കോ സ്പേസ് ഈസ് ലൈക്ക് മൈ ഫാമിലി
ആണ് എനിക്ക്. അത് നമുക്ക് എപ്പോഴും എന്താ പറഞ്ഞ ഇപ്പോ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്നേഹം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ. നമ്മൾ എപ്പോ വിളിച്ചാലും വികാസ് ചേട്ടനെ വിളിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്നേഹമാണ് നമുക്ക് ആദ്യം കിട്ടുന്നത് അല്ലെ. ആ വിളിയിൽ തന്നെ എടാ പറ എന്നുള്ളൊരു ആ ഒരു ഭയങ്കര സ്നേഹമാണ്. ആണോ? അതെ അതെ. എനിക്കൊന്നും ചേട്ടനെ എല്ലാ ബ്രൈഡ്സ് ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം ഇതാണല്ലോ. കാരണം നമ്മൾ ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടാണ് നമ്മുടെ ആരൊക്കെയാണെന്ന് തോന്നുന്ന രീതിയിലാണല്ലേ ചേട്ടനാ എപ്പോഴും എല്ലാരെയും ഹാൻഡിൽ ചെയ്യുന്നത്. കുഞ്ഞിന്റെ കാതൂത്ത് ഭയങ്കര ചടങ്ങായിരുന്നല്ലേ ഏട്ടാ, ഒരു ട്രഡീഷൻ രീതിയിൽ. കാതൂത്ത് ഞാൻ പണ്ടത്തെ നമ്മുടെ ആൾക്കാർക്കൊക്കെ കൊച്ചിലെ നമ്മുടെയൊക്കെ കൊച്ചിലേക്കാണ് ഇതുണ്ടായി. ഇപ്പൊ എല്ലാരും ഈ ഷോപ്പിൽ പോയി അങ്ങ് കുത്തുമല്ലേ. അപ്പൊ ഞാനത് ഒരു ചടങ്ങാക്കി ചെയ്തു. ഇപ്പൊ പക്ഷെ ഒരുപാട് പേര് അതിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചേട്ടൻ ഒരു വീഡിയോ ഇട്ടപ്പം ഞാൻ കണ്ടൊരു കാര്യം, കുഞ്ഞിന്റെയാണ് കാത് കുത്തുന്നത്. ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ അല്ലെ. നമ്മൾ ഈ കാത് തലക്ക് പോകുമ്പോഴത്തേന് അച്ഛനും അമ്മയ്ക്ക് ആ ഒരു കരച്ചിലൊക്കെ വരും അല്ലേ. കുത്തി കഴിയുമ്പോ അവര് കരയുന്ന കാണുമ്പോ നമുക്ക് ഭയങ്കര മനസ്സിൽ പേടി, വേദനിച്ചല്ലോ ആ ഒരു ഇത്. അന്നേരമാണ് അവര് ഫസ്റ്റ് വേദന. അതുവരെ അവരറിയുന്നില്ലല്ലോ നമ്മള്. മൈക്ക് വേണം കേട്ടോ, അതിനുവേണ്ടിയുള്ള വഴക്ക. ചേട്ടാ എങ്ങനെയുണ്ട് ഫുഡ്? അതെ, ഞാൻ ഇപ്പൊ എരിയൊക്കെ കഴിക്കുന്നോണ്ടാണ് കാമറേനെ അങ്ങോട്ട് മാറ്റിയത്. നമ്മുടെ ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം പറയേണ്ടത് ചേട്ടനും ചേച്ചിയാണ് കേട്ടോ. കഴിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ, എല്ലാം ടേസ്റ്റ് ചെയ്ത് വന്ന്. ഫുഡിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് നാരായണി അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങള് ഷെഫിന്റെ അടുത്ത് പോയി കഴിക്കേണ്ടതാണ്. അപ്പൊ അതാണ് നമ്മുടെ അഭിപ്രായം. അത്രയ്ക്ക് നമ്മൾ ആഗ്രഹിച്ച്. ഞാൻ സത്യത്തിൽ അതിനുശേഷം എനിക്ക് ഐ വാസ് സ്റ്റേയിങ് ഇൻ ലെമർണിയെ. ആ സമയത്തിന് അപ്പൊ എന്റെ ബ്രൈഡ് ഉണ്ടായിരുന്നു, നമുക്ക് അവിടെ നിന്ന് കഴിക്കാം ഷെഫിളുടെ അടുത്ത് കഴിക്കാം. ഞാൻ പറഞ്ഞു ഇല്ലടാ, ഞാൻ ഷെഫിളുടെ അടുത്ത് ഇനി കഴിക്കുന്നത് മോളുമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ലെമർണിന് വേറെ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് എന്നെ ഓർഡർ ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ ഓണം അല്ലേ നിങ്ങക്ക് മറക്കാൻ പറ്റത്തില്ലായിരിക്കും. ആ സമയത്ത് ചേച്ചി ഇങ്ങനെ ആ ഒരു ബെഡ് റെസ്റ്റ് ഒക്കെയാണ് കംപ്ലീറ്റ്ലി. ആ സമയത്ത് നമുക്ക് ഏറ്റവും സന്തോഷം തന്നെ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ചെയ്യരുത് അല്ലേ. ആ കിടന്നിടത്ത് തന്നെ പോയി ഫുഡ് കൊടുത്ത് ചേച്ചിക്ക് വാരി കൊടുത്ത് പായസം വരെ കുടിപ്പിച്ചിട്ടാണ് അല്ലെ എഴുന്നേറ്റ് വരുന്നത്. കാരണം ഞാൻ ആ സമയത്ത് ഫുള്ള് കിടക്കുവാണ്. അപ്പം ഞാൻ എന്നിട്ടിരുന്ന് ഡോക്ടറെ അടുത്ത് ഞാൻ ചോദിച്ചു തിരുവോണത്തിനെങ്കിലും ഞാൻ എഴുന്നേറ്റ് കഴിച്ചു. അപ്പൊ ഡോക്ടറിന് വേണ്ട, നമ്മളങ്ങനെ സ്ട്രെയിൻ ചെയ്യണ്ട ശരിയല്ലേ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പ്ലേറ്റിൽ എന്തെങ്കിലും തന്നാ മതി. അപ്പം ഇല്ല നിർബന്ധം, നിനക്ക് ഞാൻ ഇലയിട്ട് തന്നെ സദ്യ തരും. ഞാൻ പറഞ്ഞു എനിക്ക് പ്ലേറ്റിൽ തന്നാ മതി, എനിക്ക് അങ്ങനെ വെച്ച് തന്നെ ഞാൻ അങ്ങനെ കഴിച്ചോളാന്ന് പറഞ്ഞില്ല. അങ്ങനെ ഇലയൊക്കെ ഇട്ട് കഴിച്ചു. അതാണ് സത്യത്തിൽ അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത് ഇവിടെ കിടപ്പാണ്. നമ്മള് പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അതിനുശേഷവും പല ഇത് ചെയ്ത്. അപ്പൊ 3 മാസത്തിന് ശേഷമാണ് ബെഡ് റെസ്റ്റ്. അപ്പൊ ഈ 3 മാസം വരെ വി വാസ് കോമൺ. അതിനുശേഷം പെട്ടെന്ന് നമ്മളെ പിന്നാരും ഞാൻ ഈ പഴയ വീഡിയോസ് ഒക്കെയാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിപ്പം ഈ ഒരു ഡെലിവറി സമയത്ത് 6 മാസം അല്ല, ഓണമാകുമ്പോൾ 6 മാസമായി. അപ്പൊ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയി, ആരും കണ്ടിട്ടില്ല. അപ്പൊ ഈ സദ്യ ഞാനിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് സദ്യയിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ സദ്യ കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ലെന്നല്ലേ, അപ്പൊ ഞാൻ അത് ലംഘിക്കുന്നില്ല. അപ്പൊ നമ്മൾ സദ്യ കഴിച്ചിട്ട് ഒരു ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും വീണ്ടും നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പൊ ഞങ്ങൾ സദ്യ കഴിക്കട്ടെ. ചേട്ടാ ഫുഡെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പായസത്തിലേക്ക് എത്തിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സത്യത്തില് ഞാൻ മുണ്ടിപ്പോ ടൈറ്റായി, എനിക്കൊരു ഊരി കൊടുക്കണം, അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു. ഇവിടുത്തെ ഷെഫും അടിപൊളി തന്നെ. എനിക്ക് പുള്ളിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഇതാണ് നമ്മുടെ ഷെഫ്. നമസ്കാരം. നന്നായിട്ടുണ്ട് ഷെഫ്, ഭയങ്കര ഓരോന്നും നമ്മൾ എനിക്ക് സത്യത്തിൽ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ചിലയിടത്ത് നമ്മളിപ്പം സദ്യ ഓണസദ്യ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വേറൊരു അത് ക്രിയേറ്റിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെയല്ല, എല്ലാം വീട്ടിൽ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ചെറിയ നമ്മുടെ മിനി സദ്യയാണ് ശരിക്കും. നമ്മുടെ എലാബറേറ്റ് ആയിട്ടുള്ള സദ്യ ഓണത്തിനുണ്ട്, വരാൻ പറ്റുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് സ്പെഷ്യൽ പായസം കൂടി ഉണ്ട്. അത് ശരി, സ്പെഷ്യൽ ഉണ്ട്. അപ്പം വരട്ടെ. അപ്പം അത് മോക്കല്ലേ, കുഞ്ഞിന് വേണ്ടിയാണ് സ്പെഷ്യൽ. നമുക്കിപ്പം ഇതൊന്നും കഴിഞ്ഞിട്ടേ കുഞ്ഞിനെ കൂടി ഇരുത്തി നമുക്കൊന്ന് മോക്ക് വേണ്ടി സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പൊ നമ്മള് സദ്യ എല്ലാം കഴിച്ചു.
ഇനി ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ വരാനുണ്ട്. നമ്മളിപ്പോ ഉള്ളത് ഷെഫ് സാറിന്റെ അവിടെയാണ്. അപ്പോൾ മോളുടെ ഫസ്റ്റ് ഓണം ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ മെയിൻ ഷെഫ് നമ്മൾ മോൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഷെഫിൻ തന്നെ വിളിക്കാം അല്ലേ? താമരക്കുട്ട കഴിക്കാം. ആ ഒരു സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് നോക്കാം. ആള് കുറച്ച് എന്ത് എനർജിയാണോ കാണിക്കുന്ന? ആൾക്ക് ഉറക്കം വന്നിട്ടാണോ? ഇതിപ്പോ കഴിച്ച എനർജി പോയി. ഇനി പായസം കുടിക്കുമ്പോ പായസം കുടിക്കുമ്പോ എനർജി ഒന്നും പോയിട്ടില്ല. ഇവിടെ കൈയൊക്കെ കൊട്ടുന്നു. പായസം വരുന്നുണ്ട്. പായസം കുടിക്കാൻ റെഡിയാണോ? റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. പോരട്ടെ പോരട്ടെ. മറ്റേ പണ്ടത്തെ ഒരു പാടില്ലേ, കൈകൊട്ടുണ്ണി കൈകൊട്ട്, ഞങ്ങൾ പാടും കൈകൊട്ടുണ്ണി കൈകൊട്ട്, തപ്പൂട്ടുണ്ണി ഓരോ ആഗ്രഹങ്ങളൊക്കെ പോയിട്ട് അതേപോലെ ഉണ്ടല്ലേ പായസം കുടിക്കാൻ കൈകൊട്ട്. തപ്പൂട്ടുണ്ണി തപ്പൂട്ട്. സ്പെഷ്യൽ പായസം മത്തങ്ങ പ്രഥമൻ. ഓക്കെ, നമ്മളപ്പോ നമ്മുടെ യുണൈറ്റഡ് കോക്കനട്ടിലെ നമ്മുടെ മത്തങ്ങ പായസമാണ് ഇന്ന് നമ്മുടെ നാരായണി മോൾക്ക് വേണ്ടി ഇവിടുന്ന് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത്. അധികം മധുരമൊന്നും ആള് കഴിക്കില്ല, പക്ഷെ ഇപ്പൊ നമ്മൾ അതെല്ലാം മാറ്റിയിട്ട് ഇപ്പൊ കൊടുക്കാൻ പോവാണേ ഷെഫ്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ സദ്യയൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു, എല്ലാം ഇഷ്ടപ്പെട്ട്. ഇവിടെ വികാസേട്ട ഫുൾ ഇല ഫുൾ തൂത്തുവാരി കഴിച്ചിട്ടുണ്ട് നന്നായിട്ട്. ചേച്ചിക്ക് അതുപോലെ തന്നെ, ചേച്ചിയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടുന്ന് കഴിക്കണം എന്നുള്ളത്. അത് നടന്നു. താങ്ക് യു ഷെഫ്, താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി. ഞങ്ങൾ ഇനിയും വരും. പായസം വന്നു, പായസം നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് വെക്കാം പായസം. അച്ചടാ, ആദ്യത്തെ പപ്പടമൊക്കെ പൊടിച്ച് കഴിക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ കഴിക്കാറുള്ളതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. എന്താ ഇവിടെ നടക്കുന്നത്? മധുരം അധികം കിട്ടുന്നതിന്റെ ആ ഒരു ഫീല്. പക്ഷെ അച്ഛൻ നല്ല പായസമാണ് അല്ലേ? മത്തങ്ങ പായസം. നമുക്ക് മത്തങ്ങയാണെന്ന് നമുക്ക് പറയത്തേ. ഞാൻ ആദ്യമായിട്ടായിരുന്നു കഴിക്കുന്നത്. ആണല്ലേ? ഞാനും ആദ്യമായിട്ടാണ് മത്തങ്ങ പായസം കഴിക്കുന്നത്. മത്തങ്ങ പ്രഥമൻ. മത്തങ്ങ പ്രഥമൻ. പാലടയും പ്രഥമനും കൊള്ളാമായിരുന്നു, പക്ഷെ ഇത് വെറൈറ്റി. അതെ അതെ, പക്ഷെ അധികം മധുരവും ഇല്ല. എന്നാ മധുരം ഇല്ല, വലിയ മധുരം ഇല്ല. അതാണ് എനിക്ക് അതിന്റെ പ്ലസ്. എനിക്ക് അങ്ങനെ സ്വീറ്റ് കൂടുതൽ ഇഷ്ടമുള്ള ആളല്ല. കഴിച്ചു, ഇഷ്ടപ്പെട്ടു. പപ്പടം ഒക്കെ ആയിട്ടായതുകൊണ്ട് നാരായണിമോള് ആ ഒരു പായസം കുടിച്ചു. ഇനി ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇവർക്ക് വേണ്ടി. അത് നിന്നാണ് നമ്മൾക്ക് പുറകെ കാണാം. ചേട്ടാ, അപ്പൊ നമ്മള് സദ്യ എല്ലാം കഴിച്ചു. ആ നാരായണിമോളുടെ നമ്മുടെ ഫസ്റ്റ് സദ്യയല്ല, ഫസ്റ്റ് ഓണത്തിന്റെ നമ്മുടെ കൂടെ അതുള്ള ഒരു സദ്യ. ചേട്ടാ, എല്ലാം ഹാപ്പി ആയിരുന്നില്ലേ? ഗംഭീരായിരുന്നു. ഞങ്ങൾക്ക് സന്തോഷം. കാരണം വികാസേട്ടനൊപ്പം സദ്യ കഴിക്കാനും ഈ ഒരു മൊമെന്റ് ഷെയർ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം, കാരണം ഓണമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കൈനീട്ടം തരണമല്ലോ അല്ലേ? വെറുതെ വിടാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നാരായണി മോൾക്ക് നമ്മുടെ ഒരു ജാങ്കോ സ്പേസിന്റെ വക ഒരു ചെറിയ ഓണക്കൈനീട്ടം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനത് കൊടുക്കട്ടെ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ നാരായണി മോൾക്ക് വേണ്ടി ഒരു ചെറിയ സമ്മാനം തന്നിരിക്കുന്നത്. ചെറുതല്ല, ഒരു വലിയ സമ്മാനം തന്നെയാണ്. നമ്മുടെ ഋതു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. അത് നമ്മുടെ ചേട്ടൻ അറിയായിരിക്കും, നമ്മുടെ അനുരാജേട്ടന് പ്രിയണ ചേച്ചിയുണ്ട്. അപ്പൊ അവരുടെ അനശ്വര ജുവലേഴ്സിൽ നിന്നുള്ള ഒരു ബ്രാഞ്ച് ആണ് ഋതു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നമ്മുടെ എറണാകുളം ചിറ്റൂർ റോഡിലുള്ള. അപ്പൊ അവരാണ് നമുക്ക് ഈ ഒരു നാരായണി മോൾക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു പറ. ചേട്ടൻ തന്നെ ഒന്ന് എടുത്ത് നമുക്ക് ഒന്ന് കാണിക്കാമെങ്കിൽ സന്തോഷമായിരുന്നു. ചേട്ടാ, ഒരുപാട് ജ്വല്ലറീസ് ഒക്കെ ഇപ്പൊ ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഋതുവിനെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം അത്രത്തോളം കളക്ഷൻസ് ഉണ്ട് അവർക്ക്. ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാവുന്ന ജ്വല്ലറി ആണ്. ഇതാ അച്ഛൻ്റെ താമരക്ക് അനശ്വര ജ്വല്ലറി. ഓ, അടിപൊളി. കാണിച്ചാ മതി. അപ്പൊ ഒരു കമ്മലാണ് കേട്ടോ. അപ്പൊ വികാസേട്ടനൊക്കെ ഇപ്പൊ എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടെ ചെല്ലാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാം നമ്മൾക്ക് വേണ്ട കളക്ഷൻസ് ഉണ്ട്. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾക്കും പോയി പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇവിടെ ചിറ്റൂർ റോഡിലുണ്ട് ബ്രാഞ്ച്, അതേപോലെ അടൂരുണ്ട്. ഇനി ഓൺലൈൻ പർച്ചേസ് വേണമെങ്കിൽ അതും കൊള്ളാമോ? അടച്ചു വേണേ കഴിക്കാം. അടക്കി ആള് ഭയങ്കര കരച്ചിലാട്ടോ അത് വാങ്ങിച്ചത് കൊണ്ട്. കൊടുത്തോ? ഉറക്കം വന്നിരിക്കുക. എടുത്തോ? ഞാൻ
പോട്ടെ പോട്ടെ. പക്ഷേ നമ്മൾ നാരായണിയെ മാത്രമായിട്ട് അങ്ങനെ കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. നമുക്ക് വികാസേട്ടനും ചേച്ചി അതുപോലെ നമുക്ക് സ്പെഷ്യൽ തന്നെയാണ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും കൂടെ നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ജാങ്കോ സ്പേസ് ഞങ്ങൾക്ക് നല്ലൊരു സദ്യ തന്നെ ഞെട്ടിച്ചു. ഇപ്പൊ കൈ നിറയെ സമ്മാനങ്ങൾ കണ്ട് ഞെട്ടിച്ചോണ്ടിരിക്കുക. ചേട്ടാ ചേട്ടനൊരു ഷർട്ടും മുണ്ടും ഉണ്ട്, ചേച്ചിക്ക് ഒരു സാരി. അപ്പൊ നമുക്ക് ഈ വികാസേട്ടനും ചേച്ചിക്കും ഈ തന്നിരിക്കുന്ന ലിനൻസ് ബ്രാൻഡ്, ചേട്ടാ ഇതെന്ന് പറയുന്നത് കേരളത്തിലെ നമ്പർ 1 ബ്രാൻഡാണ്. ചേട്ടൻ അറിയായിരിക്കും ഇപ്പൊ ഒരുപാട് സെലിബ്രിറ്റീസ്, നമ്മളെ സുരേഷ് ഗോപി സാറും അതേപോലെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇടുന്ന ഒരു ബ്രാൻഡാണ്. സാറിന്റെ ഇലക്ഷൻ സമയത്തും അതേപോലെ കുറെ ഇവന്റ്സിലൊക്കെ സുരേഷ് ഗോപി സാറിന് നമ്മൾ ഈ കഥകളിയുടെ ഒക്കെ ഒരു പടമൊക്കെ ഉള്ള കുറെ ഷർട്ട് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ അതൊക്കെ കൊടുത്തത് നമ്മുടെ ലിനൻ സെന്റർ ആണ്. കാരണം നമ്മളിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ ഒരു 100-300 ആളുകൾ പോയാൽ പോലും അവർക്ക് കൊടുക്കാനുള്ള ഒരു അത്രത്തോളം വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവിടെ ഉണ്ട്. അപ്പൊ ചേട്ടനൊക്കെ സമയം കിട്ടുവാണെങ്കിൽ ഇനി അവിടെ പോകണം, പർച്ചേസ് ചെയ്യണം. എവിടെയാണിത്? ഇത് ചേർത്തലയിലുണ്ട്, കോട്ടയത്തുണ്ട്, അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അവരാണ് ഇന്ന് ചേച്ചിക്കും ചേട്ടനും ഓണക്കോടി സമ്മാനിച്ചിരിക്കുന്നത്. ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം ഇവർ ഇത്രയും ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഫാമിലിക്ക് ഹെൽത്ത് ആയിട്ടിരിക്കാൻ ഞാൻ ഒരു സാധനം കൂടെ തരുവാണ്. നമ്മുടെ നേച്ചേഴ്സിന് ഒരു ചെറിയ ഗിഫ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഇല്ലാത്തതും അതേപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് നല്ല ഒറിജിനൽ പൾപ്പാണ്, സിറപ്പാണ് ഫ്രൂട്ട്സിന്റെ. അപ്പോൾ കുഞ്ഞിനും കൊടുക്കാൻ പറ്റും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നേച്ചേഴ്സിൻ്റെത്. അപ്പൊ അതും ഓണത്തിന് നമ്മുടെ വകയുടെ ചെറിയ ഗിഫ്റ്റ്. കൈ നിറഞ്ഞു കവിഞ്ഞു. സന്തോഷമായില്ലേ ചേട്ടാ? താങ്ക് യു ജാങ്കോ സ്പേസ്, താങ്ക് യു സ്നേഹ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ചേട്ടാ. നാരായണിക്കുട്ട ഹാപ്പി ഓണം. എനിക്ക് ഹാപ്പി ഓണം തരുമോ? നമസ്തേ തരുമോ? ഹാപ്പി ഓണം. ഒരു നമസ്തേ കൊടുക്ക്. വേണ്ട വന്നപ്പോ ഉള്ള എനർജി ഒക്കെ കുറഞ്ഞു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വികാസ് ചേട്ടാ, ചേച്ചി, നാരായണക്കുട്ടി. അപ്പൊ നമ്മുടെ ഈ ഒരു ജാങ്കോ സ്പേസിന്റെ ഓണം അല്ലേ നമ്മളിവിടെ അടിച്ചു പൊളിച്ചു. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.